ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2017 LDC ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. 2017 LDC ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും 2017 LDC ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോവുക. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് നോക്കാം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻസ്: എ തോവാള, ബി അഗസ്തീശ്വരം, സി ഹോസ്ദൂർ, ഡി വിളവൻകോട്. ഉത്തരം ഓപ്ഷൻ സി ഹോസ്ദൂർ. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ഓപ്ഷൻസ്: എ ദ ക്രോണിക്കൽ, ബി ഇന്ത്യൻ എക്സ്പ്രസ്, സി ദ ഹിന്ദു, ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഉത്തരം ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ എക്സ്പ്രസ്. മൂന്നാമത്തെ ചോദ്യം: ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ്? ഓപ്ഷൻസ്: എ ലക്ഷദ്വീപ്, ബി ആൻഡമാൻ നിക്കോബാർ, സി ഇന്തോനേഷ്യ, ഡി ശ്രീലങ്ക. ഉത്തരം ഓപ്ഷൻ ബി ആൻഡമാൻ നിക്കോബാർ. നാലാമത്തെ ചോദ്യം: ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻസ്: എ 2014, ബി 2005, സി 2006, ഡി 2010. ഉത്തരം ഓപ്ഷൻ ബി 2005. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ജമ്മു കാശ്മീരാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല, കാരണം ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ആറാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? ഓപ്ഷൻ: എ കുഞ്ഞാപ്പി, ബി ബാഹുലേയൻ, സി ഗോവിന്ദ പണിക്കർ, ഡി കെ പി കേശവ മേനോൻ. ഉത്തരം ഓപ്ഷൻ ഡി കെ പി കേശവ മേനോൻ. വൈക്കം സത്യാഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജനകീയ മുന്നേറ്റങ്ങൾ എന്നാണ് ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അത് കാണുക കേട്ടോ. ഏഴാമത്തെ ചോദ്യം: ഖേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻസ്: എ ആന്ധ്രാപ്രദേശ്, ബി ജാർഖണ്ഡ്, സി ബീഹാർ, ഡി രാജസ്ഥാൻ. ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ. എട്ടാമത്തെ ചോദ്യം: 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ: എ ഗുജറാത്ത്, ബി കേരളം, സി ഉത്തർപ്രദേശ്, ഡി തമിഴ്നാട്. ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത്. അത് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു കേട്ടോ. ഒമ്പതാമത്തെ ചോദ്യം: 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ ഏതാണ്? ഓപ്ഷൻസ്: എ ആരാച്ചാർ, ബി മനുഷ്യനൊരാമുഖം, സി തലമുറകൾ, ഡി ഒറോദ. ഉത്തരം ഓപ്ഷൻ എ ആരാച്ചാർ. പത്താമത്തെ ചോദ്യം: ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻസ്: എ പേഷ്വ, ബി സുമത്, സി അമാത്യൻ, ഡി സജീവൻ. ഉത്തരം ഓപ്ഷൻ എ പേഷ്വ. എന്നാൽ ഈ ഒരു ടോപ്പിക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലില്ല. അപ്പോൾ പ്രിലിമിനറിക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 11ാമത്തെ ചോദ്യം: ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഓപ്ഷൻസ്: എ അമൃത ഷേർഗിൽ, ബി അബനീന്ദ്രനാഥ ടാഗോർ, സി നന്ദലാൽ ബോസ്, ഡി രാജ രവിവർമ്മ. ഉത്തരം ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. 12ാമത്തെ ചോദ്യം: ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: എ ആനി ബസൻ, ബി വീരേശലിംഗം, സി സ്വാമി ദയാനന്ദ, ഡി ജ്യോതിറാവു ഫുലെ. ഉത്തരം ഓപ്ഷൻ ബി വീരേശലിംഗം. 13ാമത്തെ ചോദ്യം: രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? ഓപ്ഷൻസ്:
എ കഴ്സൺ പ്രഭു, ബി വാറൻ ഹേസ്റ്റിങ്സ്, സി വില്യം ബെൻഡിക് പ്രഭു, ഡി മെക്കാളെ പ്രഭു. ഉത്തരം ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭു. 14ാമത്തെ ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ കരാറ് ഒപ്പിട്ട വർഷം? ഓപ്ഷൻസ്: എ 1972, ബി 1948, സി 1969, ഡി 1966. ഉത്തരം ഓപ്ഷൻ ഡി 1966. 15ാമത്തെ ചോദ്യം, ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഓപ്ഷൻസ്: എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി, ബി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സി റിപ്പബ്ലിക് ഓഫ് മ്യാൻമാർ, ഡി നാഷണൽ ലീഗ്. ഉത്തരം ഓപ്ഷൻ എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. 16ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഓപ്ഷൻസ്: എ ചൈന, ബി ഇറ്റലി, സി ഇസ്രായേൽ, ഡി ജപ്പാൻ. ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേൽ. അടുത്ത ചോദ്യം, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻസ്: എ കക്കാട്, ബി മണിയാർ, സി കുറ്റിയാടി, ഡി ഇടുക്കി. ഉത്തരം ഓപ്ഷൻ ബി മണിയാർ. 18ാമത്തെ ചോദ്യം, വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം? ഓപ്ഷൻസ്: എ ഹിതപരിശോധന, ബി ജനഹിത പരിശോധന, സി അഭിക്രമം, ഡി തിരിച്ചുവിളിക്കൽ. ഉത്തരം ഓപ്ഷൻ ബി ജനഹിത പരിശോധന. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത്? ഓപ്ഷൻസ്: എ പാർലമെന്റ്, ബി പ്ലാനിംഗ് കമ്മീഷൻ, സി പ്രസിഡന്റ്, ഡി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഉത്തരം ഓപ്ഷൻ ഡി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. 20. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി? ഓപ്ഷൻസ്: എ ലക്കഡവാല കമ്മിറ്റി, ബി കുമാരപ്പ കമ്മിറ്റി, സി മൽഹോത്ര കമ്മിറ്റി, ഡി രാജ ചെല്ലയ്യ കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ സി മൽഹോത്ര കമ്മിറ്റി. 21ാമത്തെ ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ എന്തിൻ്റെ നിക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത്? ഓപ്ഷൻസ്: എ ലിഗ്നൈറ്റ്, ബി ബോക്സൈറ്റ്, സി ചുണ്ണാമ്പ് കല്ല്, ഡി സ്ഫടിക മണൽ. ഉത്തരം ഓപ്ഷൻ എ ലിഗ്നൈറ്റ്. 22. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്? എ തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി, ബി കോസി പദ്ധതി, സി ദാമോദർ നദീതട പദ്ധതി, ഡി ഇന്ദിരാഗാന്ധി പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി കോസി പദ്ധതി. 23. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം? ഓപ്ഷൻസ്: എ മണിപ്പൂർ, ബി ഹൈദരാബാദ്, സി കാശ്മീർ, ഡി ജുനഗഡ്. ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ. 24. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ്? ഓപ്ഷൻസ്: എ ബിർള പദ്ധതി, ബി ജനകീയ പദ്ധതി, സി ഗാന്ധിയൻ പദ്ധതി, ഡി ബോംബെ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി ബോംബെ പദ്ധതി. 25. കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? ഓപ്ഷൻസ്: എ 382, ബി 860, സി 819, ഡി 840. ഉത്തരം ഓപ്ഷൻ ബി 860. 26. IFSC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? ഓപ്ഷൻസ്: എ 10, ബി 12, സി 11, ഡി 9. ഉത്തരം ഓപ്ഷൻ സി 11. 27ാമത്തെ ചോദ്യം, കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഓപ്ഷൻസ്: എ ജോൺ ഫെർണാണ്ടസ്, ബി സൈമൺ ബ്രിട്ടോ, സി മാത്യു ടി തോമസ്, ഡി തോമസ് ഐസക്. ഉത്തരം ഓപ്ഷൻ എ ജോൺ ഫെർണാണ്ടസ്. 28ാമത്തെ ചോദ്യം, മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം? ഓപ്ഷൻസ്: എ 1658, ബി 1745, സി 1568, ഡി 1468. ഉത്തരം ഓപ്ഷൻ സി 1568. 29ാമത്തെ ചോദ്യം, ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി
സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം? ഓപ്ഷൻസ്: എ 243, ബി 330, സി 332, ഡി 46. ഉത്തരം ഓപ്ഷൻ ബി 330. 30ാമത്തെ ചോദ്യം: ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻസ്: എ എസ് ആനന്ദ്, ബി കെ ജി ബാലകൃഷ്ണൻ, സി രാജേന്ദ്ര ബാബു, ഡി എച്ച് എൽ ദത്തു. ഉത്തരം ഓപ്ഷൻ ഡി എച്ച് എൽ ദത്തു. 31. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻസ്: എ ആസ്ട്രോസാറ്റ്, ബി എജ്യൂസാറ്റ്, സി കോസ്മോസാറ്റ്, ഡി ജിസാറ്റ് 15. ഉത്തരം ഓപ്ഷൻ എ ആസ്ട്രോസാറ്റ്. 32. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം? ഓപ്ഷൻസ്: എ ചാൾസ് നിയമം, ബി ജൂൾ നിയമം, സി അവഗാഡോ നിയമം, ഡി ബോയിൽ നിയമം. ഉത്തരം ഓപ്ഷൻ ഡി ബോയിൽ നിയമം. 33. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഓപ്ഷൻസ്: എ അപവർത്തനം, ബി പ്രതിഫലനം, സി വിസരണം, ഡി പൂർണ്ണാന്തര പ്രതിഫലനം. ഉത്തരം ഓപ്ഷൻ സി വിസരണം. 34. 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? ഓപ്ഷൻസ്: എ ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 301 കെൽവിൻ, ബി ജലം 302 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ, സി ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ, ഡി ജലം 302 കെൽവിൻ, വെളിച്ചെണ്ണ 301 കെൽവിൻ. ഉത്തരം ഓപ്ഷൻ സി ജലം 301 കെൽവിൻ, വെളിച്ചെണ്ണ 302 കെൽവിൻ. 35. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻസ്: എ വായു, ജലം, ഇരുമ്പ്, ബി വായു, ഇരുമ്പ്, ജലം, സി ജലം, വായു, ഇരുമ്പ്, ഡി ഇരുമ്പ്, വായു, ജലം. ഉത്തരം ഓപ്ഷൻ എ വായു, ജലം, ഇരുമ്പ്. 36ാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻസ് നോക്കുക. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ ഒരുപോലെ ഉള്ളത്, സെയിം ആയിട്ടുള്ളതാണ് ഐസോടോപ്പുകൾ. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 37ാമത്തെ ചോദ്യം: 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? ഓപ്ഷൻ എ 72, ബി 135, സി 27, ഡി 540. ഉത്തരം ഓപ്ഷൻ എ 72. 38. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: എ ബയോഗ്യാസിലെ മുഖ്യ ഘടകം, ബി പാചകവാതകത്തിലെ പ്രധാന ഘടകം, സി മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം, ഡി പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. ഉത്തരം ഓപ്ഷൻ ബി പാചകവാതകത്തിലെ പ്രധാന ഘടകം. 39. ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: എ 8, ബി 16, സി 32, ഡി 24. ഉത്തരം ഓപ്ഷൻ സി 32. 40. വ്യവസായമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻസ്: എ സമ്പർക്ക പ്രക്രിയ, ബി ഹേബർ പ്രക്രിയ, സി ഹോൾ ഹെറൗട്ട് പ്രക്രിയ, ഡി ബേയർ പ്രക്രിയ. ഉത്തരം ഓപ്ഷൻ ബി ഹേബർ പ്രക്രിയ. 41ാമത്തെ ചോദ്യം: മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം? ഓപ്ഷൻസ്: എ 70, ബി 206, സി 100, ഡി 80. ഉത്തരം ഓപ്ഷൻ ഡി 80. 42. വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻസ്: എ കോട്ടയം, ബി ആലപ്പുഴ, സി മലപ്പുറം, ഡി എറണാകുളം. ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ. 43. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ്? എ വാതപ്പനി, ബി ആസ്മ, സി അലർജി, ഡി ടൈറ്റനി. ഉത്തരം ഓപ്ഷൻ എ വാതപ്പനി. 44.
കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എ കോട്ടയം, ബി പന്നിയൂർ, സി പട്ടാമ്പി, ഡി കാസർഗോഡ്. ഉത്തരം ഓപ്ഷൻ സി പട്ടാമ്പി. 45. ഗോയിറ്റർ എന്ന രോഗം ഏതു ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻസ് എ പീയൂഷഗ്രന്ഥി, ബി തൈറോയിഡ് ഗ്രന്ഥി, സി തൈമസ് ഗ്രന്ഥി, ഡി ആഗ്നേയ ഗ്രന്ഥി. ഉത്തരം ഓപ്ഷൻ ബി തൈറോയിഡ് ഗ്രന്ഥി. 46. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്ത്? എ അക്ഷയ, ബി ആരോഗ്യ കിരൺ, സി സുഹൃതം, ഡി കാരുണ്യ. ഉത്തരം ഓപ്ഷൻ ഡി കാരുണ്യ. 47. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? എ ആഗോളതാപനം, ബി കാലാവസ്ഥാ വ്യതിയാനം, സി ജലദൗർലഭ്യം, ഡി കൃഷിനാശം. ഉത്തരം ഓപ്ഷൻ എ ആഗോളതാപനം. 48. ചോദ്യം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? എ പിള്ളവാതം, ബി ക്ഷയം, സി ക്യാൻസർ, ഡി ടെറ്റനസ്. ഉത്തരം ഓപ്ഷൻ സി ക്യാൻസർ. 49. ചോദ്യം. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമേത്? ഓപ്ഷൻ എ സിറോഫ്താൽമിയ, ബി മരാസ്മസ്, സി കണ, ഡി ക്വാഷിയോർക്കർ. ഉത്തരം ഓപ്ഷൻ സി കണ അല്ലെങ്കിൽ റിക്കറ്റസ് എന്നും പറയും. 50. ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ പ്ലാസ്മോഡിയം, ബി വൈറസ്, സി ഫംഗസ്, ഡി ബാക്ടീരിയ. ഉത്തരം ഓപ്ഷൻ എ പ്ലാസ്മോഡിയം. 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഈ 50 ക്വസ്റ്റ്യനും പഠിച്ചു വയ്ക്കുക കേട്ടോ. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു, ജമ്മു കാശ്മീർ ഉത്തരമായി വരുന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തിയില്ല, അത് പഠിക്കണ്ട. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു വയ്ക്കുക കേട്ടോ. താങ്ക് യു.